ഹലോ ഗൈസ്, അങ്ങനെ മലയാള സിനിമയെ വീണ്ടും അമ്പരിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് സംവിധായകൻ ചിദംബരം ഒരുക്കിയ ബാലൻ ദ ബോയ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ചിദംബരത്തിൻ്റെ പുതിയ സിനിമ എന്ന നിലയിൽ തന്നെ ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമയെക്കുറിച്ചുള്ള ഒറ്റവാക്കിലുള്ള എൻ്റെ അഭിപ്രായം, അതിഗംഭീര സിനിമ എന്നതിൽ കുറഞ്ഞൊന്നും പറയാനില്ലാത്ത സിനിമയാണ്. സിനിമ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമയാണ്. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ സിനിമ ഒരു സാധാരണ ത്രില്ലർ അല്ല, ഒരു ബാലൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ശക്തമായ ഇമോഷണൽ ത്രില്ലറാണ്. അമ്മയെയും മകനെയും ചുറ്റിപ്പറ്റിയുള്ള ബന്ധം, നഷ്ടങ്ങൾ, ഏകാന്തത, ജീവിത പോരാട്ടങ്ങൾ എന്നിവയെ വളരെയധികം ഹൃദയസ്പർശിയായ രീതിയിലാണ് സിനിമ അവതരിപ്പിക്കുന്നത്. കഥ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെയും പിന്നിലെ രഹസ്യങ്ങൾ പതിയെ തുറന്നു വരുന്നു. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ അന്തരീക്ഷമാണ്. ഷൈജു ഖാലിദിൻ്റെ ക്യാമറ ഓരോ ഫ്രെയിമിനെയും മനോഹരമാക്കുമ്പോൾ സുശീൽ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതം രംഗങ്ങളെ വികാരനിർഭരമാക്കുന്നു. ഇതിനു പുറമെ സൗണ്ട് ഡിസൈനിങ്ങും വിഷ്വൽ ക്വാളിറ്റിയും അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യ പകുതി വളരെ ഇൻവോൾവിങ്ങും ഇമോഷണലുമായി മുന്നേറുന്നു. കഥാപാത്രങ്ങളുമായി പ്രേക്ഷകർക്ക് വേഗത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇടവേളയിലേക്ക് സിനിമ എത്തുന്ന രീതി വളരെയധികം കൗതുകം സൃഷ്ടിക്കുന്നു. രണ്ടാം പകുതിയിൽ സിനിമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ട്രാക്കിലേക്ക് മാറുന്നു. ക്ലൈമാക്സിലെ ട്വിസ്റ്റും വികാരനിർഭരമായ അവസാനവുമാണ് സിനിമയുടെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ സിനിമ ഒരു സ്ലോ ബേൺ നറേറ്റീവാണ്. അതിനാൽ മാസ് ആക്ഷൻ മുഹൂർത്തങ്ങളോ വേഗതയേറിയ ത്രില്ലർ അനുഭവമോ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. പക്ഷേ കഥയോടും കഥാപാത്രങ്ങളോടും ക്ഷമയോടെ സഞ്ചരിക്കുന്ന പ്രേക്ഷകർക്ക് മികച്ച അനുഭവമാണ് ബാലൻ നൽകുന്നത്. സിനിമ റിലീസിന് മുമ്പ് തന്നെ സംവിധായകൻ പ്രിയദർശൻ ഈ സിനിമയെക്കുറിച്ച് കഴിഞ്ഞ 2 വർഷത്തിനിടെ കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി വിശേഷിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബോളിവുഡ് സംവിധായകനായ രാം ഗോപാൽ വർമ്മ ചിത്രത്തെ ബിയോണ്ട് ഫാൻറ്റാസ്റ്റിക് എന്ന് വിശേഷിപ്പിച്ചതും സിനിമ അതിഗംഭീരമാണെന്ന് സൂചിപ്പിച്ചു. അവസാനമായി പറഞ്ഞാൽ, ബാലൻ ഒരു വലിയ മാസ് എൻ്റർടൈനറല്ല, പകരം വികാരങ്ങളും മനുഷ്യബന്ധങ്ങളും മനോഹരമായ സിനിമാറ്റിക് ഭാഷയിൽ പറഞ്ഞു പോകുന്ന ഒരു ഇമോഷണൽ ത്രില്ലറാണ് ബാലൻ. മികച്ച പ്രകടനങ്ങളും ഗംഭീര ടെക്നിക്കൽ മികവും ശക്തമായ ക്ലൈമാക്സും ഈ സിനിമ ഈ വർഷത്തെ ശ്രദ്ധേയമായ മലയാള സിനിമകളിൽ ഒന്നായി മാറ്റും എന്നതിൽ സംശയമില്ല. ഇതിനു പുറമെ നമ്മൾ എടുത്തു പറയേണ്ട ആളുകൾ ചിദംബരത്തിൻ്റെ ഗംഭീര ഡയറക്ഷൻ, സുശീൽ ശ്യാമിൻ്റെ അതിഗംഭീരമായ മ്യൂസിക്, അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഒരു സിനിമയ്ക്ക് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഈ സിനിമ തെളിയിച്ചു. ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടാൽ നിങ്ങൾ ഇമോഷണലി ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കും. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുപോലെ തന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട പ്രകടനങ്ങൾ, അമ്മ വേഷത്തിലെത്തുന്ന ഫർസാന, അതുപോലെ തന്നെ ജീൻ പോൾ ലാൽ, പിന്നെ ബാലനായി എത്തുന്ന ആദിശേഷൻ, മുഹമ്മദ് സിനാൻ, ബീന ആൻ്റണി, ഡോളി ജൂഡ് എന്നിവരും അതിഗംഭീരമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. സിനിമ മസ്റ്റ് വാച്ചാണ്. മസ്റ്റ് വാച്ച് എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ചാണ്. അതിഗംഭീര സിനിമയാണ്. ഇമോഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ സിനിമയുടെ എൻ്റെ റേറ്റിംഗ് 8/10.